വേണ്ടിയിട്ട് കുറച്ച് മുമ്പിലായിട്ട് ചുരം നമ്മൾ കത്തിയിടുന്നില്ല. നമ്മൾ ഈ കുറുവാദ്വീപിലേക്ക് പോയി നമ്മൾ അവസാനിച്ചത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നൈസായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് ഇതാണ് ഗൈസ്. നമ്മൾ കുറുവാദ്വീപ് പോവാണ്, വയനാടുള്ള കുറുവാദ്വീപിലേക്ക്. അപ്പം എപ്പോൾ എത്തുക എങ്ങനെ എത്തുമെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് പോയി വെക്കാം എവിടെ വരെ എത്തുന്നു. സോ നമ്മൾ കാറിലെല്ലാം റെഡി ആക്കിയതാ. എൻ്റെ പിള്ളേരെ മുന്നിൽ അടക്കുന്നത് കുഞ്ഞെ പോവല്ലേ? എങ്ങോട്ടാ പോണേ? എവിടെ പോവാ? കാറിൽ പോവാ. നമ്മൾ നേരെ പോവാണ്. നേരെ ചുരങ്ങളിലാണ്, അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് കാണുന്നത്. നോർമലി ചുരം എന്ന് പറഞ്ഞാൽ അവിടെ മങ്കീസ് ഉണ്ടാവും. സോ എങ്ങനെയൊരു മങ്കിനെ കാണാനുള്ള ആകാംക്ഷ പക്കാ വെയിലാട്ടോ. കാരണം നട്ടു ഉച്ച നേരത്താണ് നമ്മൾ കയറുന്നത്. ഇതാണ് ഗായ്സ് നമ്മുടെ വയനാട് ചുരത്തിലെ 9ാം വളവ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ചുരം കണ്ടുപിടിച്ചത് കരിന്തണ്ടൻ എന്ന് പറഞ്ഞ ഒരാളാട്ടോ. അയാളെ ബ്രിട്ടീഷുകാരങ്ങ് കൊല്ലുകയും ചെയ്ത്. അപ്പോൾ നമ്മളിതാ ഒഫീഷ്യലായിട്ട് വയനാട് കടക്കാൻ പോവാണ്. ഇതാണ് വയനാട് ഗേറ്റ്. വെൽക്കം ടു വയനാട് എന്നൊക്കെ കണ്ടില്ലേ. വയനാട് കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കയറിയിരിക്കുന്നത്. കാരണം ആ ഒരു ഗേറ്റ് അങ്ങ് കടന്നാൽ പെട്ടെന്നൊരു ചെറിയ തണുപ്പും കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അത് നമ്മൾ വിചാരിച്ചുകൊണ്ടാണോന്ന് അറിയില്ല, എന്തായാലും ഒരു ചെറിയ തണുപ്പങ്ങ് കയറും. ആൻഡ് നമ്മളിതാ സ്നാക്സൊക്കെ വാങ്ങി. കാരണം നമുക്ക് വണ്ടിയിൽ അവിടെ എത്തണ വരെ എന്തെങ്കിലും എണ്ണണ്ടേ. അപ്പം എല്ലാവരുടെ കയ്യിലും ഓരോ കോലൊക്കെ കൊടുത്തിരുത്തിക്കുകയാണ്. കച്ചറൊക്കെ തുടങ്ങി കേട്ടോ. ഓരോ ഇരിക്കാൻ കഴിയാഞ്ഞിട്ട് ഏകദേശം നമ്മളിങ്ങോട്ട് ഒരു പോകുന്നുണ്ട്. നോക്കും, ഒരു ട്രിപ്പ് പോകുമ്പോൾ ചെയ്യുന്ന പണി അതൊക്കെ. കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക, എന്തായിട്ട് ചെയ്യാറ്. കയ്യിലുള്ള കൊള്ളി തീർന്നപ്പം എല്ലാവർക്കും ചായ വേണമെന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ചെറിയൊരു തട്ടുകടയിൽ കയറിയതാണ്. അവിടെ കുറേ കടിയുണ്ട് കേട്ടോ. കുറേ അത്യാവശ്യം നല്ലോണം ഉണ്ടാക്കി തുടങ്ങുന്നയാൾ എന്നിട്ട് തന്നെ ആ അലമാറയിൽ നിറച്ചുകൊണ്ട് അവിടെ ബ്രെഡ് പോക്കറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ അലമാറയിൽ കൊണ്ടുപോയി വെക്കാൻ. നോക്കി അവിടെ സമൂസ, പഴംപൊരി, പിന്നെ അതേപോലെ മുട്ട റോസ്റ്റ്, അങ്ങനെ ഒരുപാട് ഏലാഞ്ചി എന്തൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങൾ, കുറേ എണ്ണത്തിൻ്റെ പേര് എനിക്ക് അറിയില്ല. വയനാട് സ്പെഷ്യലായിരിക്കും. പിന്നെ ഇതിൻ്റെ ചെറിയ പൈതലിന് വാങ്ങിയതാണ്. കാരണം ഓന് ഇങ്ങനത്തെ പഴംപൊരിയോ അല്ലെങ്കിൽ പഴംപൊരി അങ്ങനത്തെ സംഭവങ്ങൾ മതി. അതിന് നമ്മൾ ഏകദേശം ഓരോരുത്തർ പോയി ഓർഡർ എടുക്കുന്നത്, അല്ലാണ്ട് എല്ലാവരും കൂടി പോയി ആടുന്ന അലമ്പാക്കണ്ട വിചാരിച്ചിട്ട്. അല്ല ഏകദേശം അതിനാസിനൊക്കെ ബ്രെഡ് പോക്കറ്റ്. ഈ ബ്രെഡ് പോക്കറ്റ് അവസാനം എല്ലാവരും അതിമക്ക് എത്തിയെങ്കിലും ഇത് തിന്നപ്പോൾ തന്നെ എല്ലാവരും പള്ള ഏകദേശം നിറഞ്ഞു കേട്ടോ. കാരണം അതിനത്ര വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല ഫില്ലിങ്ങും ഉണ്ട്. ആൻഡ് ചായയും ഒരു ഓക്കെ സാധനമായിട്ടോ. നമ്മൾ ചായ നമ്മൾ നേരെതാ നമ്മളെ ഡെസ്റ്റിനേഷൻ പ്ലേസിലേക്ക് പോവാണ്. ഡെസ്റ്റിനേഷൻ പ്ലേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മളത് എത്തിയത് കാരാപ്പുഴ ഡാമിലേക്കാണ്. സോ നമ്മൾ നേരെ അങ്ങോട്ട് വിടുക. ചാടിച്ചിറങ്ങൽ നമ്മൾ ബ്ലോക്ക് കട്ടപ്പെട്ട്, ചെറിയ ബ്ലോക്കാണ് എന്നാലും മെല്ലാണ് വണ്ടി നിങ്ങളെ. നമുക്ക് 6 മണിയാകുമ്പോൾ അവിടെ പൂട്ടും, അതിന്റെ മുന്നേ എത്തണം. സോ ഗൈസ്, നമ്മൾ ഈ കുറുവാദ്വീപിലേക്ക് പോയി നമ്മൾ അവസാനത്തേത് അവിടെ കാരാപ്പുഴ ഡാമിലേക്കാണ്. നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വന്നാണ്. അപ്പം ഉള്ളിൽ എന്തൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. നമ്മളിതാ കയറുകയാണ്. എനിക്ക് നിങ്ങൾ മുന്നിൽ കയറി നിങ്ങളെ കുടുങ്ങിട്ടോ. സോ ഗൈസ്, ഇതാണ് നമ്മളെ ഉള്ളിലൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. രാജി ഹായ്, എവിടെ എത്തിയേ? ഇവിടെ ഒരു സംഭവം എഴുതിനട്ടൊക്കെ ഒക്കെ പോയി കണ്ടോ. ഇതിൽ നോക്കിയിട്ട് കാണില്ലേ ക്യാമറയില്? അതായത് ഓഫ് എന്നാണ്. ഇത് ഗാർഡൻ ആണ്. ഇതെന്താ? ഇതിലൊന്ന് ക്യാമറയിൽ നോക്കിയിട്ട് കാണണ്ട, അതിലെന്തോ എഴുതിയുണ്ട് കണ്ടോ. നേരത്തെ നോക്കിയിട്ടൊന്നും മനസ്സിലാവില്ലല്ലോ ഗൈസ്. ഞങ്ങൾക്ക് ഒറിജിനൽ നമ്മളെ കണ്ണോണ്ട് ഇത് കാണുന്നില്ല കേട്ടോ, എന്താ എഴുതിയെന്ന്. ക്യാമറയിൽ നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത്. അതിൽ കയറ്റിടണോ? അടിപൊളി സ്ഥലമാണ്. ഇവിടെ വെച്ചാല് നല്ല ലോങ് ജിപ്പ് ലൈൻ ഉണ്ട്. അതുപോലെ കളിക്കാൻ പറ്റിയ അഡ്വഞ്ചർ ആയിട്ടുള്ളൂ. അതേപോലെ ജയന്റ് സിംഗ് ഉണ്ടോ അവിടെ ആ ഏരിയയിൽ
അയിനോ ഏടെത്തി? പാർക്കിലെത്തിയോ? സോ ഗൈസ്, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ലൈഡാണ് ഈ ഒരു സംഭവം കേട്ടോ. അതിന് ക്യാഷോ വേറെ സാധനം വേണ്ട. പിന്നെ ബാക്കിയുള്ളതിന് വലിയ ക്യാഷൊന്നും പറയല്ല. എൻട്രൻസ് ടിക്കറ്റ് നമുക്ക് വെറും 30 റുപ്യാണ്. വലിയവർക്കായത്, ചെറിയവർക്ക് 10 രൂപയുള്ളൂ കേട്ടോ. അടുക്ക് ഞാൻ അടത്തട്ടെ. അടുക്കടുക്ക് അയില്ലേ ഇങ്ങോട്ട് വിട്ടേക്ക്. രാജി നെരിഞ്ഞോ? ഏയില്ല നെരിഞ്ഞേ. വാ 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 വാ. അടിപൊളി സംഭവം. വെറുതെ നമുക്ക് ഇരുന്ന് കണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിന്റെ മുകളിൽ കയറാനാവും. അതിന്റെ മുകളിൽ പോയി വെക്കാം ഗൈസ്. ഈ ഒരു സംഭവത്തിലേക്ക് ഇല്ല എൻട്രൻസ്. ചൈൻ സ്വിങ് ഉണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യൻസ് ബിഗ്ഗസ്റ്റ് ചൈൻ സ്വിങ് ആണിത്. കേറല്ലേ? സോ ഗൈസ്, നമ്മൾ ഇതായിട്ടുണ്ട്. ഈ ഒരു സാധനത്തിൻ്റെ മുകളിലേക്ക് കയറാൻ പോണേ. പോയൊക്കെ എങ്ങനെയാണ് സംഭവം? റിസൾട്ട് എടുത്ത് കയറി മേ ബി റിസ്ക് ആയിരിക്കും. ബട്ട് ആദ്യം കാണിച്ചല്ലേ, ഇതേപോലത്തെ മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. ഓ ഇരുന്ന് മോന്താക്കെ കയറാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് കാണിച്ചാൽ ഓക്കെ. ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇങ്ങോട്ടുള്ളൊരു എൻട്രൻസ് എന്ന് പറയുന്നത്. എൻ്റെ കുട്ടനെ വെച്ച് ഞാൻ കയറി ആദ്യപ്പെട്ട് കൈ വേദന ഉണ്ട്. ഇപ്പോൾ ഇതാവും അടക്കറാ. ഒരു ആംബിയൻസ് ആണ്. ഇതൊരു അടിപൊളിയാണ്. താഴെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിലാട്ടോ ഡാമിൽ അവിടെ പോയി നടക്കുകയും ആര് വെള്ളത്തിൻ്റെ ഇടയിൽ നടക്കാൻ. രാജി സോ ഗൈസ്, കാരാപ്പുഴ ഡാം തന്നെ നമ്മൾ അവിടെ കയറി പോയി പോകുന്നിട്ട് കാര്യമില്ലല്ലോ. കാര്യമുണ്ടോ? നമ്മൾ ഡാം കാണാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ കായലിലോ പോയി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോയി നോക്കണേ. ചിലപ്പം കാണാൻ പറ്റും, ചിലപ്പം പോകാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആടെ ബ്ലോക്ക് ഉണ്ടെന്ന്. ഇനി ഉണ്ടോ അവിടെ എടുത്ത് വെച്ച്? ചിലപ്പോൾ അങ്ങോട്ട് പോയാൽ ഉണ്ടാവില്ല. നോക്കി വെക്കാം. പോകാൻ കയ്യോ ഇല്ലേ ഓക്കെ. പക്ഷെ നല്ലൊരു ആംബിയൻസ് ആട്ടോ. ഓവർ ആൾക്കാരൊന്നും ഇല്ലാണ്ട് അത് സിമ്പിളായിട്ട് നടന്നങ്ങ് പോവാം. ഓക്കെ വൈബ്. പോയൊക്കെ എന്തായാലും ഡാമിലേക്ക് എത്താൻ പറ്റുമല്ലേ. സോ ഗൈസ്, അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. ഞാൻ കേട്ടോ മെല്ലെ റിട്ടേൺ അടിക്കാം.
സോ ഡാമിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മള് തിരിച്ച് റിട്ടേൺ അടിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ കണ്ടില്ലേ. അവിടെ ഒരു തകരൊക്കെ വെച്ച് എന്തിനാ പറയാ ടിന്നോ ഡപ്പ എന്തോ സംഭവമില്ലേ അതൊക്കെ വെച്ച് കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ നോക്കിയാ ഒരടിപൊളി സംഭവമാണ് കാണാൻ. എന്തായാലും ചുമ്മാ വന്നങ്ങനെ നടക്കുക പുരയിലൊരു പണിയും ഇല്ലാണ്ട് നിൽക്കുമ്പോഴൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. യെസ് അതെ, കുറച്ച് പൈസ ചെലവുണ്ടെങ്കിലും സമാധാനം, ശാന്തി സമാധാനം ഇതല്ലേ എല്ലാം എല്ലാം. നിങ്ങളോട് നമ്മൾ ഒഫീഷ്യലി ഇവിടുന്ന് പോവാണ്. ഏടാ പോയല്ലേ അതാ. സോ ഗൈസ് നമ്മളിതാ ഈ കാരാപ്പുഴ ഡാമെന്ന് പോവാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. ആകെ പണി പാളി. നമ്മളെ ചുരത്തിൽ ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് നമ്മളെ വണ്ടിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് ചുരം ഇടിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാണ്ടായി. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും വയനാട്ടിൽ തന്നെ സ്റ്റേ അടിക്കണം. അപ്പം ആരെങ്കിലുമൊക്കെ വിളിച്ചു നോക്കുകയാണ്, ആരെങ്കിലും നിൽക്കാൻ കഴിയുമോ. അപ്പം ബാക്കി അപ്ഡേഷൻ അറിയിക്കാം. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തിക്കാണ്ട് സമാപനമൊക്കെ നടത്തിയതാണ്. ബട്ട് പിന്നീട് ഇങ്ങനൊരു സംഭവം പറ്റിയോണ്ട് തന്നെ ആകെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് 9ാം വളവെന്ന് ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം. അപ്പം ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയിക്കാം. ആദ്യം പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ, നല്ല വിശപ്പുടിങ്ങിണ്ട്. ഇനി നമുക്ക് പുരയൊക്കെ എന്തായാലും പോകാനില്ല. മണ്ണ് നല്ലോണം ആവേശമാക്കി ഇരിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും സ്റ്റേ നമ്മൾ ഒരൊറ്റ മൈൻഡ് ആവേശമാക്കി കണ്ട് പോകുന്നതായിരുന്നു. പക്ഷെ ആവേശമൊക്കെ അവസാനിച്ചു. എന്തായാലും ഇനി ആകെ ചെയ്യാനുള്ള പരിപാടി വെച്ചാൽ ഫുഡ് കഴിക്കാം, എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ഉറപ്പിക്കാം. അങ്ങോട്ട് ഇനി ആരും കടത്തി വിടുന്നില്ലെന്ന് പറഞ്ഞ് ആംബുലൻസ് അടക്കം തിരിച്ചു വരികയാണ്. എന്നാലും ഫുഡ് കഴിക്കാം. അടുത്ത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും നോക്കാം. സോ ഇതാണ് നമ്മൾ കഴിക്കുന്നത്. പാർട്സിന് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് പൊറോട്ട, അതുപോലെ ബീഫ് റോസ്റ്റ്, 2 പൊറോട്ട കേട്ടോ. സംഭവം നൈസാണ്. വലിയൊരു ദോശട്ടുണ്ട്. വൈത്തിരി മൈസൂർ പാലസിൽ എത്തിക്കണ്. ഇനി ഇവിടെ റൂം കിട്ടുമോ ഇല്ലേ നോക്കണം, എന്താ അവസ്ഥ എന്നൊക്കെ. ഇനി നമുക്ക് അഥവാ പോകാൻ പറ്റാണെ എങ്ങനെയും നോക്കണം. അവസാനം വൈത്തിരി പാലസിലെത്തി. വണ്ടി വിടുകയാണെങ്കിൽ നമ്മൾ നേരെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ആക്കണം. നമുക്ക് എന്ത് നടക്കും നോക്കാം. ഗൈസ് ഫൈനലി വണ്ടി വിടുന്നുണ്ട് എന്ന് അറിഞ്ഞ് നമുക്ക് എന്തായാലും ബില്ലടിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ നമ്മളിതാ എല്ലാവരും പാക്ക് ചെയ്തിട്ട് പോവാണ്. ഗൈസ് എൻ്റെ മോനിൽ കിടന്ന് ഇറങ്ങണ കാണാൻ. ഗൈസ് ഉറങ്ങുന്ന കോലം നോക്കും. നിങ്ങളിവിടെ പോകാനൊരുങ്ങുമ്പോൾ ഓനിതാ സുഖമായിട്ട് കിടന്നുറങ്ങിയാണ്. മോനെ പോവാ പോണ്ടേ, വണ്ടിയൊക്കെ വിടലുണ്ട്. അപ്പൊ ചുരം ഇടിഞ്ഞു കണ്ടാണ് നമ്മൾ പെട്ടത്. അടുത്ത വിടലും പെട്ടാണ്. വണ്ടി ഇനി കടത്തി വിടില്ലോ അല്ലേ, കാരണം ഇതാ നേരെ 3-ാമത്തെ വണ്ടിയാണ് നമ്മളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, ഇനി അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്ന് കളക്ടർ ഓർഡർ വന്നു. നമ്മൾ ചെറുത്തിൽ പോയൊക്കെ റൂമൊക്കെ എടുത്ത് കണ്ട് വെക്കേറ്റ് ചെയ്താണ്ട്, പക്ഷെ ആർന്ന് നമുക്ക് തിരിച്ചു പോരേണ്ടി വരുന്നത്. ഇതാണിപ്പം നമ്മള് ഒക്കെ കഴിഞ്ഞ് കണ്ട് നമ്മളെ കുറ്റ്യാടി ചുരം ഇറങ്ങാണ്. പക്ഷെ കുറ്റ്യാടി ചുരത്തിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മളെ സമയം ഏകദേശം 2:18 AM ആണ്. അത് രാത്രി 2 മണിക്കാണ് പുലർച്ചെ ആയില്ലേ, 2 മണിക്കാണ് നമ്മൾ ഇറങ്ങിയോണ്ടിരിക്കണത്. ഇതാണ് റോഡിന്റെ ഒക്കെ അവസ്ഥ. ഇവിടെ ഒന്നും നമ്മൾ ഗവൺമെന്റിന് അന്വേഷിച്ചിട്ട് കാര്യമല്ല. കാരണം ഇമ്മാതിരി ബസ്സുകളും ലോറികളൊക്കെയാണ് കയറി പോണത്. അതും ഈ ചെറിയ കുറ്റ്യാടി ചുരത്തിലൂടെ. എന്താവുന്ന ഒരവസ്ഥ അറിയില്ല.
ഞങ്ങൾ തന്നെ ഇപ്പതാ ഏകദേശം നമ്മൾ എത്ര മണി മുതല ഇറങ്ങാൻ തുടങ്ങി? ഡ്രൈവറില്ലേ വണ്ടി പോവില്ല. ഏകദേശം നമ്മൾ എത്ര മണിക്ക് ഇറങ്ങാൻ തുടങ്ങി? 1 മണിക്കല്ലേ നമ്മൾ കുറ്റിയാടി ഇറങ്ങാൻ തുടങ്ങി? വലിയ വണ്ടി പോവില്ല. ആടെ വള്ളത്തില് ലോറി കറക്റ്റ് ക്രോസ് ആയി നിന്നേ കുടുങ്ങി പോയിട്ടുണ്ട്. ചുരത്തില് ഒരു ലോറി ക്രോസ് ആയി കണ്ട് കുടുങ്ങി കിടക്കണ്ട പോലെ. എന്തായാലും ഈ വലിയ വണ്ടിയൊക്കെ പോയി കണ്ടാടെ പെടുക എന്നല്ലാണ്ട് ഒന്നിനും ക്രോസ് ചെയ്ത് പോകാനാവില്ല. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ആദ്യം ഒറ്റമൈൻഡ് ഇട്ടുങ്ങാണ്ട് കയറി പോരുകയും ചെയ്ത്. പക്ഷെ പോയ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പം ഒരു ചുര 9ാം വളവിൽ ഇടിഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടോ. അപ്പം അത്രക്കും ഇതാണ്. ആ സ്ഥാനത്തേക്ക് നമ്മൾ മണികണ്ഠ എന്തേലും കരിന്തണ്ടനല്ലേ അയാളെ കോർത്തു പോവുകയാണ് അങ്ങനെ ഒരു ചുരം ഉണ്ടാക്കിയും കൊണ്ട്. അപ്പം ഇത്രയുള്ള വീഡിയോ. എല്ലാവർക്കും ബൈ.